നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മുത്തശ്ശൻ തന്റെ തീരുമാനം പറയുകയാണ്. ഈ വരുന്ന ഞായറാഴ്ച ഹനിയുടെ എൻഗേജ്മെന്റ് നടത്തണമെന്ന്. അപ്പോഴേക്കും മുത്തശ്ശി കയറി അടഞ്ഞു. മുത്തശ്ശി ചോദിച്ചു, അല്ല ഇത്ര ഇടപെടിയെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ടോ? കാരണം അനാമികയുടെ വീട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികയായിട്ടുള്ള ഡിവോഴ്സ് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് പ്രശ്നമാവില്ലേ വസുന്ധരെ? അതിനെല്ലാരും കൂടെ അറിയിച്ചിട്ട് വേണ്ട, വളരെ രഹസ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചൊരു മോതിര കൈമാറ്റം, അത്രയും മതി. ആരും അറിയാനൊന്നും പോകുന്നൊന്നുമില്ല. പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ അത് ഡിവോഴ്സിനൊക്കെ ശേഷം മതി. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അജയനെയും ജാനകിയെയും ദേവേനെയും ഒക്കെ വിളിച്ചിട്ട് മുത്തശ്ശിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ അവന്തിക അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെ, അനിയുടെ അവന്തിക മോളുടെ വിവാഹ നിശ്ചയം ഈ വരുന്ന ഞായറാഴ്ച ഞാൻ നിശ്ചയിക്കാണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അജയൻ ചോദിച്ചു, അല്ലച്ച അത് വേണോ? ഇത്ര പെട്ടെന്ന് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അനാമികയായിട്ടുള്ള ഡിവോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. അതൊന്നും സാരമില്ല. ഇനിയിപ്പം ഈ പറയുന്ന അനാമികയോ അവളുടെ വീട്ടുകാരോ തല പോയിക്കൊണ്ട് വരാൻ പോകുന്നില്ല. എങ്ങാനും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ അധികം ആർഭാടമായിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ തോതിൽ ഒരു മോതിര കൈമാറ്റമല്ലേ നടത്തുന്നുള്ളൂ. അല്ലച്ച അതിനിപ്പോ അവന് സമ്മതം, അവന്റെ സമ്മതമൊന്നും ഇനിയിപ്പോ ചോദിക്കേണ്ട കാര്യമില്ല. ജാനകി പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് നല്ല കാര്യമാ അച്ഛ, എത്രയും പെട്ടെന്ന് തന്നെ നടത്തുവാണെങ്കിൽ അത്രയും പെട്ടെന്ന് നടത്തുന്ന നല്ലതാ. ദേവേന് പറഞ്ഞു, അല്ല അതിനിപ്പോ അനി സമ്മതിക്കുവോ? അതിന് അവന്റെ സമ്മതം ചോദിക്കേണ്ട കാര്യമുണ്ടോ? അവന്റെ ഇഷ്ടമൊന്നും ഇനിയിപ്പോ നോക്കുന്നില്ല. അവന് ഇഷ്ടമില്ലാത്ത എന്തുകൊണ്ടാ? അവന്റെ മനസ്സിൽ നന്ദു ഉള്ളതുകൊണ്ടാണോ? ഇനിയിപ്പൊ എന്തെങ്കിലും ഇഷ്ടം ഈ പറയുന്ന നന്ദുവിന് അനിയോടുണ്ടെങ്കിൽ ഈ എൻഗേജ്മെന്റ് നടക്കുന്നതോടുകൂടി അതും കൂടി ഇല്ലാതായിക്കോളും. അല്ലെങ്കിലും നന്ദു അനിയും തമ്മിൽ ഒന്നിക്കാനായിട്ട് കനയും ഗോവിന്ദനെ സമ്മതിക്കുവോ? അനിയുടെ വിവാഹം കഴിഞ്ഞാലോ അവരുടെ മനസ്സിലൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ തീ കോരിയിട്ട അവസ്ഥയിലായിരിക്കും അവർക്കും നല്ലൊരു ഭയമുണ്ട്. വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണേ? അവന്തേക്ക് സന്തോഷമായി. ആ സമയത്ത് അവന്തേക്ക് പറഞ്ഞു, മുത്തശ്ശ അനിയനെതിരായിട്ട് സംഭവിച്ചിട്ടില്ല. അനിയന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു. മോളെ അതൊക്കെ പോയിക്കോളും, മോള് വിഷമിക്കൊന്നും വേണ്ട, മോള് ധൈര്യമായിട്ടിരുന്നാളാൻ പറഞ്ഞു. അങ്ങനെ അവന്തി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു, മോളുടെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അനിയോട്, അതവള് തുറന്നു പറഞ്ഞു. അത് നല്ല കാര്യമായിട്ട് എനിക്കും തോന്നേ. ദേവേനി പറഞ്ഞു, അത് ശരിയാ. അല്ലെങ്കിൽ തന്റെ മനസ്സിലുള്ള ഇഷ്ടം ഇങ്ങനെ മനസ്സിലിട്ടോണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ പിന്നീട് അത് ദോഷം ചെയ്യുന്നു മനസ്സിലായി കാണും. ഉള്ളത് തുറന്നു പറഞ്ഞ് നന്നായി. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ തുറന്നു പറയാതെ മനസ്സിലിട്ടോണ്ട് നടക്കുന്നതാണ് പല ബന്ധങ്ങളും ഇല്ലാതാൻ കാരണം എന്നൊക്കെ ദേവേനിയും പറഞ്ഞു. അങ്ങനെ മൂർത്തി മുത്തച്ഛൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അനിയുടെ എൻഗേജ്മെന്റ് നടത്തണം. അവന്റെ കുറച്ച് കഴിഞ്ഞപ്പോ സന്തോഷത്തോട് കൂടിയിട്ട് മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേന് നവ്യ അവിടെ ഫോൺ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന്തിക വെയിറ്റ് ചെയ്ത് നിന്നു. നവ്യ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവന്തിക എന്നിട്ട് പറഞ്ഞു, അതെ എന്റെ അനിയേട്ടന്റെ വിവാഹ നിശ്ചയമാണ് ഈ വരുന്ന ഞായറാഴ്ച എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു നിമിഷം നവ്യ ഞെട്ടിപ്പോയി. എന്താ ഏട്ടത്തി? ഏട്ടത്തിന്റെ മുഖത്തൊരു സന്തോഷമില്ലാതെ. സന്തോഷിക്കാനാ ഞാനോ? ഈ പറയുന്ന അനി എന്ന് പറഞ്ഞാല് എന്റെ ശത്രുപക്ഷത്തുള്ളവരോട് കൂട്ടുകൂടി നിൽക്കുന്നതല്ലേ. പിന്നെ നിങ്ങൾ തമ്മിലുള്ള വിവാഹ നിശ്ചയം അതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല. കാരണം നന്ദു ഇവിടേക്ക് വല്ലത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ എങ്കില് ഈ പറയുന്ന അനി എന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ സ്നേഹിക്കുന്ന ആളാ. അതുകൊണ്ട് എനിക്ക് അവരെ ഉൾക്കൊള്ളാണ്ട് സാധിക്കില്ല. അവധേവ് പറഞ്ഞു, എനിക്കറിയാം നവ്യ അടുത്തിടെ കാര്യം എന്താന്ന്. നവ്യ അടുത്തേക്ക് അനിയനോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. സാരില്ല, ഞാനും അനിയനും തമ്മിലുള്ള കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് അതൊക്കെ മാറിക്കോളും. നവ്യ പറഞ്ഞു, മാറുന്നൊക്കെ തന്നെയാണ് എന്റെ വിചാരം. പക്ഷെ നന്ദു ഇങ്ങോട്ടേക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. അത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് ശരിയാ. അല്ലെങ്കിൽ ഇനി ഇപ്പൊ അവൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. നന്ദു എന്ന് പറയുന്നവള് ഞാനും അനിയനും തമ്മിലുള്ള ബന്ധമല്ലേ നടക്കാൻ പോണേ. അല്ല അതിന് അവൻ സമ്മതിച്ചോ? ഇതുവരെയായിട്ട് സമ്മതിച്ചിട്ടൊന്നുമില്ല. പിന്നെ മുത്തശ്ശനൊക്കെ അല്ലേ തീരുമാനം എടുത്തിരിക്കുന്നേ. അതുകൊണ്ട് സമ്മതമൊന്നും ചോദിക്കാനൊന്നും പോയില്ല. അവന്തിയെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാ പറയണേ. അപ്പോഴേക്കും നവി പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള ബന്ധം നടക്കണം. അതിന് എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായം വേണം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവന്തിയെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം നവിയെ മനസ്സിൽ വിചാരിക്കുക, എങ്ങനെയെങ്കിലും നന്ദുവിന്റെ അനിയുടെയും വിവാഹം നടത്തണം. നന്ദുവിന്റെ അനിയുടെ മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ ആ ബന്ധമാണ് നടക്കേണ്ടത്. ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നവ്യയുടെ മനസ്സിൽ.
കുറച്ച് കഴിഞ്ഞപ്പോ നന്ദു വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും കനക അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അയ്യോ, ഇതെന്താ നന്ദൂട്ടാ, നെറ്റിയിലൊരു മുറിവും കാര്യങ്ങളൊക്കെ, ഇതെന്ത് പറ്റി? അത് പിന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. ആക്സിഡന്റ്? എന്താ ആക്സിഡന്റ്? എന്നിട്ടൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ. അപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ മോളെ ഇത്, എന്താ അതെന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ അച്ഛ, അതൊരു ചെറിയ ആക്സിഡന്റ്. അല്ല, എന്നിട്ട് എന്താ പറയാതിരുന്നേ? നയനമോള് പോലും വിളിച്ചിട്ട് പറഞ്ഞില്ലല്ലോ. അതിന്റെല്ലാം മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഗുണ്ടകൾ ചേർത്ത് തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോയെന്നോ? അതെ, കൊല്ലാൻ വേണ്ടിയായിരുന്നു അവന്മാരുടെ ഉദ്ദേശം. പക്ഷെ കൃത്യസമയത്ത് തന്നെ ആദർശേട്ടൻ വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കനക പറഞ്ഞു, മോളെ സൂക്ഷിക്കേണ്ട സമയമില്ലായിരുന്നു ഇത്. ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ആദർശ് മോനും നയനമോൾക്കും. പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുള്ള അല്ലേ? എന്നിട്ടോ പറഞ്ഞ അനുസരിക്കുവോ? അതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ലമ്മേ. കൃത്യസമയത്ത് ആദർശേട്ടൻ വന്ന് രക്ഷപ്പെടുത്തിയില്ലേ? അവൻ എത്താൻ പറ്റിയില്ലായിരുന്നെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? അതൊക്കെ പറഞ്ഞ് കനക ഭയങ്കര വിഷമിക്കണം. നന്ദു പറഞ്ഞു, അതൊന്നും ഓർത്ത് ഇനി വിഷമിക്കണ്ട, കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ. കോന്തം പറഞ്ഞു, എന്നാലും നമ്മൾ സൂക്ഷിക്കണ്ടേ മോളെ. അപ്പോഴാണ് കനക ആ കാര്യം ഓർക്കുന്നത്. ആ നന്ദൂട്ട, ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. എന്താമേ? അതെ, അനിയുടെ അവന്തികയുടെ എൻഗേജ്മെന്റ് ആണ് ഈ വരുന്ന ഞായറാഴ്ച. പെട്ടെന്ന് നന്ദുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അത് കനികയും ഗോവിന്ദനും പ്രത്യേകം നോട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. നമ്മളായിട്ട് ഒരു തടസ്സങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. എൻഗേജ്മെന്റിന് വിളിച്ചിട്ടുണ്ട്, ചെറിയ തോതിലാണ് നടത്തുന്നത്. ഞാൻ അവന്തയ്ക്ക് വാക്ക് കൊടുത്താണ് എന്റെ മോള് ഒരു കാരണവശാലും അനിയുടെ ജീവിതത്തിലേക്ക് ചെന്ന് അവരുടെ ജീവിതം ഇല്ലാതാക്കി കളയില്ലെന്ന്. അപ്പൊ നമുക്ക് ആ വാക്ക് പാലിച്ചല്ലേ മതിയാവുള്ളൂ. നീ വരേണ്ട കാര്യമൊന്നുമില്ല. അവന്തിയെയും അനിയെയും തമ്മിലുള്ള ആ വിവാഹ നിശ്ചയത്തിന്റെ കാര്യം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര വിഷമമായിരുന്നു നന്ദുവിന്. പെട്ടെന്ന് നന്ദു പറഞ്ഞു, ഞാനൊരിടത്തേക്കും ഇല്ലമ്മേ. അല്ലെങ്കിൽ ഞാൻ എന്തിനാ വിവാഹ നിശ്ചയം മുടക്കണേ? മുടക്കരുത്, അറിയാലോ. അവർ തമ്മിൽ നല്ല ചേർച്ചയാണ്. അവര് വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നന്ദു പറഞ്ഞു, അതിന് അനിയെ സമ്മതിച്ചിട്ടില്ലോ. അവൻ ഇപ്പോഴും സമ്മതമില്ലെന്നാ പറഞ്ഞത്. അവന്റെ സമ്മതമൊക്കെ ഇനിയിപ്പം ആര് നോക്കുന്നു? അല്ലെങ്കിലും വിവാഹ നിശ്ചയം കഴിയുന്നതോട് കൂടിയിട്ട് അവന്തിക അവനെ മാറ്റിയെടുത്തോളും. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. അതും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി നന്ദു. ആ സമയം കനക ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ട, അവളുടെ മോൻ ശ്രദ്ധിച്ചോ? അവരുടെ വിവാഹ നിശ്ചയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഭയങ്കര വിഷമമാണ്. ഞാനും അത് ശ്രദ്ധിച്ചു കമലെ. എനിക്ക് തോന്നി ഇപ്പോഴും അവളുടെ മനസ്സിൽ അവനുണ്ടെന്ന് തോന്നേ. അവർ തമ്മിൽ ഇടയ്ക്ക് കാണാറും ഉണ്ടെന്ന് തോന്നേ. ഗോവിന്ദൻ പറഞ്ഞു, ഇനി അങ്ങനെ എന്തേലും ഉണ്ടേ പോലും ഈ വിവാഹ നിശ്ചയം നടക്കുന്നതോട് കൂടിയിട്ട് അതങ്ങോട്ട് മാറിക്കോളും. അവന്തിക്ക് അനിയും കൂടെ ഒന്നാൻ പോവല്ലേ. പിന്നെ നമ്മളുടെ മോളുടെ കാര്യം നമുക്ക് എത്രയും പെട്ടെന്ന് അവൾക്ക് വേണ്ടി ഒരു കല്യാണം ആലോചിക്കണം. ഇനി ഇതിങ്ങനെ വെച്ച് താമസിപ്പിച്ചുകൂടാ. അങ്ങനെ അവരും ആ തീരുമാനങ്ങളൊക്കെ എടുത്തു. പിന്നീട് നരസിംഹ വക്കീല് നവീന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. നവീനോട് പറഞ്ഞു, അതെ, എന്നെ മൂർത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കാര്യം പറഞ്ഞു. എന്താ മുത്തശ്ശ? അനിയുടെ അവന്തിയുടെ വിവാഹ നിശ്ചയമാന്ന് ഈ വരുന്ന ഞായറാഴ്ച. വിവാഹ നിശ്ചയം? ആഹാ, അതൊരു സന്തോഷ വാർത്തയാണല്ലോ. ഇപ്പോഴൊരു സമാധാനമായത്. എന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, അവന്തിയും ഞാനും തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചനയൊക്കെ നടന്നതല്ലേ. പക്ഷെ അത് നടക്കില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അനിയുമായിട്ടുള്ള ആ ബന്ധം മുന്നോട്ട് പോയത്. ഇത് നടക്കണം മുത്തശ്ശ. ഇനിയൊരു പക്ഷേങ്കിൽ ഇത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് വീണ്ടും വിഷമാവില്ലേ? അതെ, വലിയ ചടങ്ങായിട്ടൊന്നും നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ചെറിയ തോതിൽ ഒരു മോതിര കൈമാറ്റം മാത്രമേ ഉള്ളൂ. എന്നോട് പറഞ്ഞെന്നുള്ളൂ. എന്നോട് ചെല്ലാനൊന്നും ആവശ്യപ്പെട്ടിട്ടൊന്നും ഇല്ല. കാരണം ചെറിയ തോതിലുള്ള ചടങ്ങായതുകൊണ്ടേ. മുത്തശ്ശ, എന്താണെങ്കിലും മുത്തശ്ശൻ പോണം. ചെറിയ തോതിലാണെങ്കിൽ പോയി പങ്കെടുക്കണം. പങ്കെടുക്കണം എന്ന് തന്നെ ആഗ്രഹം. എടാ, അനിയുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോവാ. പക്ഷെ അതിനേക്കാളും മൂത്തല്ല നീ. എന്നിട്ടോ നിന്റെ നിശ്ചയം കാര്യങ്ങളും വല്ലതും നടന്നോ? നിന്റെ കല്യാണം പോലും നടക്കുന്നില്ലല്ലോ. അതൊക്കെ നടക്കും മുത്തശ്ശ. എടാ, നിന്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു, ഒരു പോലീസ് ഓഫീസർ. എന്നിട്ടോ അവളോട് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു? അവളോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കില് എനിക്കിതിരായിട്ടും പറയാൻ പറ്റിയിട്ടില്ല. അതെന്താടാ? അത് പിന്നെ മുത്തശ്ശ, സമയമായില്ല, ഞാൻ പറഞ്ഞോളാം. അവൾക്ക് ഇനിയിപ്പോ വേറെ വല്ല ബന്ധം കാണുക? അങ്ങനെ ഒരു പെൺകുട്ടിയല്ല മുത്തശ്ശ അവള്. അവളുടെ അടുത്ത് ഒരുമാതിരിപ്പെട്ട ആണുങ്ങളൊന്നും അങ്ങനെ ഇഷ്ടം പറഞ്ഞുകൊണ്ട് ചെല്ലത്തൊന്നുമില്ല. അങ്ങനെയാണെ കുഴപ്പമില്ല. പിന്നെ നിന്റെ അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ബന്ധം നടക്കുമെന്ന്. നടന്നില്ലെങ്കിൽ എന്താ മുത്തശ്ശ, ഞാനിങ്ങനെ കാത്തിരിക്കും. അതായത് വേറൊരു വിവാഹത്തിന് എന്താണ്, ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. അത് കേട്ടപ്പോ മുത്തശ്ശൻ പറഞ്ഞു, അത് ശരി, അതെന്തായാലും ആട്ടെ. പിന്നീട് നവീൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇപ്പോഴും ഒരു സമാധാനമായത്. അതെന്താടാ അങ്ങനെ? നീ എന്താ കാത്തിരിക്കുമായിരുന്നു അനിയുടെ അവന്തികയുടെ വിവാഹ നിശ്ചയം നടക്കാൻ വേണ്ടിയിട്ട്?
അല്ല മുത്തശ്ശ, നടക്കുവാണെ നല്ല കാര്യമല്ലേ? ഓ അങ്ങനെ. ഈ സമയത്ത് ജയനും ദേവേനി അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജയൻ പറഞ്ഞു, അല്ല അനി ഇതുവരെയായിട്ട് ബന്ധത്തിന് സമ്മതിച്ചില്ല, പോരാത്തതിന് അനാമിയായിട്ടുള്ള ഡിവോഴ്സ് നടന്നിട്ടുമില്ല. ജാനകി പറഞ്ഞു, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് അച്ഛൻ പറയണേ. അധികം വൈകാതെ തന്നെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന, അതിനുശേഷം കല്യാണം നടത്തിയാൽ മതിയെന്ന്. ഇപ്പൊ ചെറുതായിട്ട് മോതിരം മാറ്റം നടത്തി വെച്ചാൽ മതിയല്ലോ. ഉം. ആ, അതൊരു നല്ല കാര്യമല്ലേ? അനിയുടെ മനസ്സിൽ ഇനിയിപ്പോ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിക്കൊള്ളൂല്ലോ എന്ന് പറഞ്ഞു. ആ സമയം അനി വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോഴാണ് നവീന്റെ കോള് വരുന്നത്. നവീൻ വിളിച്ചിട്ട് പറഞ്ഞു, അളിയ കൺഗ്രാസ്. എന്തിനാടാ നവീനെ? അതെ, നിന്റെ കല്യാണം ഉറപ്പിച്ചില്ലേ ഈ ഞായറാഴ്ച? ആ, മോതിരം മാറ്റല്ലേ? മോതിരം മാറ്റോ? എന്റേതോ? എടാ വെറുതെ അഭ്യാസം കാണിക്കില്ല. എടാ ഞാൻ അറിഞ്ഞിട്ടില്ല, അവധികമായിട്ടുള്ള മോതിരം മാറ്റം ഈ ഞായറാഴ്ച. അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടി, കൺഗ്രാസ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. അനി ഞെട്ടിപ്പോയി. അനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പെട്ടെന്ന് അനി കോള് കട്ട് ചെയ്തു. നവീന് മനസ്സിലായി അവൻ അറിഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് അനി വീട്ടിലേക്ക് വരുന്നത്. ആ സമയം എല്ലാവരും കൂടെ ഭയങ്കര ചർച്ചയായിരുന്നു കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ. അനിയെ കണ്ടു കഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, എടാ മോനെ, ഞങ്ങൾക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കാര്യം സംസാരിക്കാനുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച നിന്റെ മോതിരം മാറ്റമാണ്. അപ്പോഴേക്കും അനി പറഞ്ഞു, ആരോട് ചോദിച്ചിട്ട് എന്റെ മോതിരം മാറ്റം നടത്തുന്നേ? എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിന് നിങ്ങൾ നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? എടാ അവന്തിക നല്ല കുട്ടി ആയിക്കോട്ടെ, അനാമിയായിട്ടുള്ള ഡിവോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എന്താ അത്? ദേവേനി പറഞ്ഞു, അനാമിയായിട്ടുള്ള ഡിവോഴ്സ് അധികം വൈകാൻ നടക്കും. പിന്നെ ഇതിപ്പോ ചെറിയ തോതിലുള്ള ചടങ്ങായിട്ടേ വെക്കുന്നുള്ളൂ, വലിയ ആർഭാടമായിട്ടൊന്നും വെക്കുന്നില്ല. അപ്പോഴാണ് മൂർത്തി മുത്തച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. അനി പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. എനിക്ക് അവന്റെ കുഞ്ഞുനാളും മുതലേ അറിയാവുന്നതല്ലേ. ഞാൻ ഒരിക്കലും അവളെ ആ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഇനി എനിക്ക് അങ്ങനെ കാണാനും പറ്റില്ല. എന്റെ മനസ്സിലെ ഇഷ്ടം എന്താ നിങ്ങൾ ഇതിലായിട്ടും ചിന്തിച്ചിട്ടുണ്ടോ? ജാനകി പറഞ്ഞു, എടാ നിന്റെ മനസ്സിൽ ആ നന്ദു എന്ന് പറയുന്നവളാണെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എങ്ങാനും ആണോടാന്ന് ചോദിച്ചു. അനി ഒന്നും മിണ്ടിയില്ല. അനി മിണ്ടാ നിൽക്കുവാണ്. ദേവേനി പറഞ്ഞു, എടാ മോനെ, അത് നടക്കില്ലാത്ത ബന്ധമാണെന്ന് നിനക്കറിയാലോ, പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. അനി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു മുത്തശ്ശൻ എല്ലാവരും ഇത് പറയുന്നുണ്ട്. എന്റെ മനസ്സെന്താന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് എന്താണേലും ഇങ്ങനൊരു ബന്ധത്തിന് സമ്മതമല്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അനി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ആരും പേടിക്കൊന്നും വേണ്ട, അവന്റെ മനസ്സൊക്കെ മാറിക്കോളും. ഈ എൻഗേജ്മെന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ഇനിയിപ്പോ അവനോട് ആരും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാനും പോണ്ട. നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, അത് നടക്കുക തന്നെ ചെയ്യും. ജാനകി പറഞ്ഞു, എനിക്ക് നല്ല ഭയമുണ്ടാച്ച അവന്റെ കാര്യത്തില്. ഇനിയിപ്പോ കൃത്യസമയമാകുമ്പത്തേനും അവൻ ഇവിടെ നിന്ന് എങ്ങാനും വേറെ എങ്ങോട്ടേലും മുങ്ങുവോ, ആ ഒരു കാര്യത്തിൽ ഭയമുണ്ട്, എങ്ങോട്ടേലും ഇറങ്ങി പോകുമെന്ന്. ദേവേനി പറഞ്ഞു, അത് ശരിയാ, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ജാനകി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഈ വീട്ടിലേക്ക് പോലും കാലുകുത്താൻ സമ്മതിച്ചേക്കരുത് അച്ഛാ. അവൻ ഈ വീട്ടിലേക്ക് പിന്നെ വരണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശനും ദേവേനിക്കും അവർക്കെല്ലാം ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.